നവംബറിൽ വെടിനിർത്തൽ വന്നതിന് ശേഷം ഇസ്രായേൽ നടത്തുന്ന വലിയ വ്യോമാക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം ലെബനന്റെ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങളാണ് തകർന്നത്. ഇസ്രായേൽ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇതൊക്കെ ആയുധ നിർമ്മാണ ഫാക്ടറികളായിരുന്നു, തങ്ങൾക്കെതിരെ ഉപയോഗിക്കാനുള്ള ഡ്രോൺ നിർമ്മിക്കുകയായിരുന്നു ഹിസ്ബുള്ള എന്നാണ്. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് IDF അതായത് ഇസ്രായേൽ സേന ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തെക്കൻ ലെബനിലുള്ള ജനങ്ങളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനൊരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതായത് തുടർ ആക്രമണം ഉണ്ടാകും എന്നൊരു സൂചനയാണ് ഇതിൽ നിന്ന് നൽകുന്നത്. IDF പറയുന്നതനുസരിച്ച് ഹിസ്ബുള്ളയുടെ വ്യോമസേന യൂണിറ്റ് 127 എന്നറിയപ്പെടുന്ന ഡ്രോൺ നിർമ്മാണ ഫാക്ടറിയാണ് അവിടെ പ്രവർത്തിച്ചത്. ഇതിന് സഹായം ചെയ്തു കൊടുത്തത് ഇറാനാണ്. ഇറാൻ വലിയ രീതിയിൽ തന്നെ അതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ആളില്ലാ വിമാനങ്ങളും മറ്റും നിർമ്മിക്കാനായി ഹിസ്ബുള്ളയെ സഹായിക്കുന്നത് ഇറാനാണ്. അങ്ങനെ ഒരു ഫാക്ടറിയാണ് തങ്ങൾ തകർത്തതെന്നാണ് IDF പറയുന്നത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നു. വലിയ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഒപ്പം തന്നെ ഹിസ്ബുള്ളയും വീണ്ടും ഒരു യുദ്ധത്തിനുള്ള പ്രസ്താവനകൾ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. സാധാരണ ജനങ്ങൾക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടതെന്നും ഇതിന് ശക്തമായി തിരിച്ചടി നൽകുമെന്നും ഹിസ്ബുള്ളയും പറഞ്ഞതോടുകൂടി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യ വീണ്ടും യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.